ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദേ ഒരു തുണിക്കട മൊത്തത്തിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഒത്തിരി നാളായ വെറൈറ്റി ടോപ്പൊക്കെ നമ്മളുടെ ചാനലിൽ കാണിച്ചിട്ട്. അപ്പോൾ ദാ ഞാൻ തുണിയെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് പുതിയ മോഡലിലുള്ള കുർത്തിയും ടോപ്പൊക്കെ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തുണി ഓരോന്നൊന്ന് കണ്ടാലോ. ഇത് മാത്രമല്ല, തയ്യലിന് വേണ്ടിയിട്ടുള്ള നൂല്, കുറെ ലേസ്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും കാണിക്കാം കേട്ടോ. അപ്പോൾ അതെ, ആദ്യമായിട്ട് നമുക്ക് ഈ തുണി തന്നെ എടുക്കാം. നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല. ഇത് 2 മീറ്റർ തുണിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. മീറ്ററിന് 100 രൂപയാണ് ഇതിന്റെ വില. കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. മീറ്ററിന് 70 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യൽ പഠിക്കുന്നവരും അതുപോലെ സ്റ്റിച്ചിങ്ങിനോടൊക്കെ വളരെ ഇഷ്ടമുള്ളവര് വേറെ കുറഞ്ഞ തുണി പഠിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് തയ്ച്ച് പഠിക്കാമല്ലോ, അധികം വിലയും ഇല്ല. 70 രൂപയാണ് ഇതിന്റെ വില. അടുത്ത തുണി 130 രൂപയാണ്. ഇത് നൈറ്റി പീസ് ആണ് കേട്ടോ. 130 രൂപയാണ്. 3 മീറ്റർ ആണ് ഉള്ളത്. ഇങ്ങനത്തെ ഒരു ആംഗിൾ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് തുണിക്ക് ഉള്ളത്. പിന്നെ ഇതെനിക്ക് വളരെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതിന്റെ വില കൊണ്ടോ 70 രൂപയേ ഉള്ളൂ മീറ്ററിന്. 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് ടോപ്പ് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അംബ്രല്ല ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത തുണി ഇതാണ്. ഇത് നൈറ്റി പീസാണ്. 135 രൂപയാണ്. 3 മീറ്റർ തുണിയുണ്ട്. ഇതൊരു വയലറ്റ് കളറിൽ വൈറ്റ് ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് തുണിയാണ്. പിന്നെ ഈ ഒരു കളറാണ്. പർപ്പിൾ കളറാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. 2 മൾട്ടി ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇത് മീറ്ററിന് 90 രൂപയാണ്. ഇതും 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് തുണിയാണ്. പിങ്ക് കളറാണ്. ഇത് 3 മീറ്റർ ഉണ്ട്. ഇത് മീറ്ററിന് 70 രൂപയാണ് കേട്ടോ വില. ഇപ്പൊ ഒരു 8 മാസമായി ഞാൻ ഈ തുണിയൊക്കെ ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്നു. ഉള്ള സാരിയൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ടൈപ്പ് കുർത്തികളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് 1 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഇതൊരു കട്ട് പീസാണ്. 70 രൂപയാണ് മീറ്ററിന് വില. അപ്പൊ നമുക്ക് 70 രൂപയ്ക്ക് ഇത്രയും തുണി കിട്ടി. ഇതേപോലെ തന്നെ ഒരു കട്ട് പീസും കൂടെ ഉണ്ട്. ഇത് 1.5 മീറ്റർ ഉണ്ട്. ഇതും 70 രൂപയാണ്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടിട്ടും നമുക്ക് അംബ്രല്ല തയ്ക്കാം. ഇതിൽ നിന്ന് താഴത്തേക്കുള്ള സ്കേർട്ട് പാർട്ട് എടുക്കാം. ഇതിൽ നിന്ന് മുകളിലത്തേക്ക് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് നൈറ്റി പീസാന്ന് തോന്നുന്നു. അത് തന്നെ 135 രൂപയാണ് 3 മീറ്ററിന് വില. നല്ലൊരു കളറല്ലേ. ഇങ്ങനത്തെ കളറൊക്കെ നമുക്ക് വളരെ റെയർ ആയിട്ടേ കിട്ടുകയുള്ളൂ. ഇതിലെങ്ങനെ ഒരു വയലറ്റ് ഫ്ലവർ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ട്. ഈ കളർ എനിക്ക് അത്ര പരിചയം പോരാ. പച്ചയാണോ? പച്ചയല്ല. പിന്നെ ഒരു നീല. ഇത് 70 രൂപയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അപ്പം നമുക്ക് കുർത്തിയൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നല്ല നമ്മുടെ ദേഹത്തിടുമ്പോൾ നല്ല ഒരു കംഫർട്ട്നെസ്സും ആയിരിക്കും. നമുക്ക് 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. 70 രൂപയാണ് മീറ്ററിന് വില. പിന്നെ ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇത് 60 രൂപയേ ഉള്ളൂ മീറ്ററിന് വില. 3 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് കൊണ്ടിട്ട് നമുക്ക് പ്ലാസോ പാന്റ് തയ്ക്കാം, ഇല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ട് തയ്ക്കാം. ഇനി നമുക്ക് ടോപ്പ് ചുരിദാർ വേണമെങ്കിൽ അംബ്രല്ല ചുരിദാറോ സാധാരണ ചുരിദാറോ ലൈനോ ഏത് വേണമെങ്കിലും തയ്ക്കാം. ഒത്തിരി ഇങ്ങനത്തെ തുണികൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ റെഡിമെയ്ഡിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു തുണിയാണ്. ഇത് 135 രൂപയാണ് വില. 3 മീറ്റർ ഉണ്ട്. നൈറ്റി ക്ലോത്ത് ആണ്. ഇങ്ങനെയൊക്കെ ഒരു റൗണ്ടൊക്കെ ഷേപ്പ് വന്നിട്ട് നല്ലൊരു കളറാണ് കേട്ടോ. ഇതൊക്കെ തയ്ച്ചിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണുവാൻ വേണ്ടിയിട്ട്. അടുത്തൊരു കളറ് റെഡ്. 2 മീറ്റർ വാങ്ങി 70 രൂപയാണ് വില. ഇങ്ങനെ ഇത് ബ്ലാക്ക് അല്ല, ഇതൊരു മെറൂൺ അല്ല, ഇത് ബ്രൗൺ ആണ്. റെഡില് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നീല. ഇതെനിക്ക് സ്ലിറ്റ് ഇട്ട ടോപ്പ് തയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ്. നല്ല ലെങ്തി ആയിട്ട് 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. 90 രൂപയാണ് വില. ഇത് കൊണ്ടിട്ട് നമ്മൾ ലൈനോ അല്ലെങ്കിൽ അംബ്രല്ലയൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ അത് പൊങ്ങി നിൽക്കും. ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റഫായിട്ടുള്ള തുണി ചൂസ് ചെയ്യുമ്പോൾ സ്ലിറ്റ് ഉള്ള നല്ല ഇറക്കമുള്ള ടോപ്പ് തയ്ക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ 2.5 മീറ്റർ വാങ്ങിച്ചു. ലെങ്ത് കിട്ടണ്ടേ. പിന്നെ ഒരു തരം മെറൂൺ ഷെയ്ഡാണ്. ഇതിന്റെ ആ ഒരു സ്ലിപ്പ് പോയട്ടോ. ഞാനിത് ഓൾറെഡി വാഷ് ചെയ്തെടുത്തു. ഇതൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ സ്ലിപ്പ് പോയി. 135 രൂപയാണ് ഇതിന്റെ വില. ഇത് നൈറ്റി പീസാണേ. പിന്നെ ഇത് ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ വീഡിയോയിൽ. ഇതേ സെയിം തുണി തന്നെ എടുത്തിട്ടുണ്ട്. അത് തന്നെ ഇപ്പൊ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്പോഴും എടുത്തു. 70 രൂപയാണ് മീറ്ററിന് വില. ഇത് 2.5 മീറ്റർ
എടുത്തിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇങ്ങനത്തെ സോഫ്റ്റ് കോട്ടൺ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എ ലൈൻ തയ്ക്കാം, അല്ലെങ്കിൽ അംബ്രല്ല തയ്ക്കാം. സാധാരണ സ്ലിക്റ്റ് ഉള്ളതിനേലും നല്ലതായിട്ട് നമുക്ക് അംബ്രല്ലയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതേ തുണിയൊക്കെ അറ്റത്തേക്ക് കിടക്കുക, എടുക്കട്ടെ കേട്ടോ. അതെങ്ങനെയുണ്ട്? കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കളർ, ഓറഞ്ചിൽ കുറച്ച് ഡാർക്ക് ഓറഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഭംഗിയാണ്, റഫാണ്. ഇത് കൊണ്ടിട്ട് നമുക്ക് അംബ്രല്ലയൊന്നും പറ്റത്തില്ല, എ ലൈൻ പറ്റില്ല, സ്ലിക്റ്റ് ഉള്ള ടോപ്പേ പറ്റുകയുള്ളൂ. 110 രൂപയാണ് കേട്ടോ, കുറച്ച് 110 അപ്പം ഞാൻ മേടിച്ചതിൽ ഇതാണ് ഏറ്റവും വില കൂടിയ തുണി. 110 രൂപയാണ് മീറ്ററിന് വില. ഇത് 2.5 മീറ്റർ വാങ്ങിച്ചു. ബാക്കിയെല്ലാം 100 താഴെയാണ്, 70, 30. ഇതിന്റെ വില 40 രൂപയാണ് കേട്ടോ, മീറ്ററിന് 40 രൂപയേ ഉള്ളൂ ഇതിന്റെ വില. ഇത് ഒരു 2 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. വീട്ടിലിടുന്ന ടോപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. 40 രൂപയുടെ തുണിയാണിത്. പിന്നെ ഇത് 100 രൂപയാണ് വില, 2.5 മീറ്റർ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. നമുക്ക് അംബ്രല്ലയോ എ ലൈനോ എന്ത് വേണമെങ്കിലും ഇത് കൊണ്ടിട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ വില കണ്ടോ, 75 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല കോസ്റ്റ്ലി പറയുന്ന ഒരു തുണിയാണ്. എങ്ങനെ വന്നാലും മീറ്ററിന് 150 രൂപ. ഞാൻ 150 രൂപയാണെന്ന് കരുതി എടുത്താണ്ട്, പക്ഷെ വില കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 75 രൂപയേ ഉള്ളൂ. ഇത് ഞാൻ 2 മീറ്ററാണ് വാങ്ങിയത്. നമുക്ക് ബ്ലൗസ് ഒക്കെ തയ്ക്കണമെങ്കിൽ ബ്ലൗസ് തയ്ക്കാം, ഇല്ലെങ്കിൽ ടോപ്പ് തയ്ക്കാം, കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാം, എന്ത് വേണമെങ്കിലും തയ്ക്കാം. പിന്നെ ഇതൊരു നൈറ്റി പീസാണ്. നൈറ്റി ക്ലോത്ത് ഇതിലുണ്ട്. 135 രൂപയാണ് ഇതിന്റെ വില. ഇപ്പൊ നൈറ്റി തുണി മേടിച്ചിട്ട് നമുക്ക് നൈറ്റി മാത്രമല്ല, നമുക്ക് ഇതുകൊണ്ട് ടോപ്പ് തയ്ക്കാം. അതാ ഇങ്ങനത്തെ തുണി വാങ്ങി. ഇത് 3 മീറ്റർ ഉണ്ട്. പിന്നെ ഇതൊരു ടർക്കി മോഡൽ ഡിസൈൻ ആണ്. ഇത് ഞാൻ ടോപ്പ് തയ്ക്കാനൊന്നും അല്ല കേട്ടോ വാങ്ങിയത്, കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചു. 55 രൂപയേ ഉള്ളൂ മീറ്ററിന് വില. ഇത് 1.25 മീറ്ററാണ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഉള്ളത് അങ്ങോട്ട് വാങ്ങി. 55 രൂപ, നല്ല ലാഭമല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുണി വേണ്ടി വരുമല്ലോ. പിന്നെ ഇത് ഒരു നൈറ്റി ക്ലോത്ത് ആണ്. ഇതിന്റെ പ്രൈസ് പോയി, ഇത് വാഷ് ചെയ്തെടുത്തേ, അപ്പോൾ ആ ഒരു തുണി കുറച്ചൊന്ന് ചുരുങ്ങിപ്പോവും. ഇതിനും 135 രൂപയാണ് വില. പിന്നെ ഇതിന് 100 രൂപയാണ് കേട്ടോ മീറ്ററിന് വില. ഇത് 1.5 മീറ്റർ ഉണ്ട്. പിന്നെ ഇതിന് മീറ്ററിന് എത്ര രൂപയാണ്? 65 രൂപയായിരുന്നു ഇതിന്റെ വില. ഇതിന്റെ പ്രൈസ് ടാഗും പോയി. ഇത് എനിക്ക് അത്യാവശ്യം വേണ്ട തുണിയൊക്കെ മാത്രം ഞാൻ കഴുകിയെടുത്തു, ബാക്കിയൊന്നും ഞാൻ കഴുകി എടുത്തിട്ടില്ല. അപ്പൊ ഇത്രയും തുണികളാണ് ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു 8 മാസത്തിന് ശേഷം വാങ്ങിയത്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നല്ല വെറൈറ്റി ആയിട്ടുള്ള, നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത വെറൈറ്റി ടോപ്പുകളായിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അതും നല്ല അടിപൊളി തുണിയൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് കമന്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് തുണികൾ കാണിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ സെലക്ഷനൊക്കെ പോയി, ഒട്ടും കൊള്ളത്തില്ലല്ലോ ഇപ്രാവശ്യം എടുത്തത്. കാര്യം വീടിന്റെ അടുത്തുനിന്നാണല്ലോ എടുത്തത്, അപ്പൊ അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇതിപ്പോ നമ്മൾ എറണാകുളത്ത് നിന്നാണ് ഇത്രയും തുണികൾ വാങ്ങിയത്. സെലക്ഷൻ എങ്ങനെ, കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആവറേജ് ആണോ, നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി വാങ്ങിയിരിക്കുന്നത് കുറച്ച് നമ്മുടെ തയ്യലിന് വേണ്ടിയിട്ടുള്ള നൂലും ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഞാനിതിന്റെ ഹാൻഡ് ബാഗിലേക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അധികമൊന്നുമില്ല, ഇത് വളരെ കുറച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളൂ, കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ. ഇതെന്റെ മെഷീനിൽ ഇടുന്ന ഓയിലാണ്, ജാക്ക് എഫർ എന്ന പവർ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം 2 കുപ്പി ഓയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇനി പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 ഓയിൽ വാങ്ങിച്ചു. ഇത് ബില്ല. നൂല് കാണിച്ചു തരാം. നൂല് 2 ക്വാളിറ്റി നൂലാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കില്ലേ, ചെറിയ നൂല്, ഇതിന് 3 രൂപയാണ് കേട്ടോ. ഈ ബോക്സ് 100 എണ്ണം ഉണ്ട്. അപ്പോൾ 300 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് 4-4.5 രൂപ, ചില കടകളിൽ 5 രൂപയൊക്കെയാണ് കേട്ടോ. ഞാനിത് വാങ്ങിയിട്ടുണ്ട്, വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ 5 രൂപയ്ക്ക് വരെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് നൂലിന് ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. നമുക്കങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. മൾട്ടി കളർ വരുമ്പോൾ ചിലപ്പോൾ ഒരു സെറ്റിൽ 4 എണ്ണം 6 എണ്ണം ഒക്കെ ആയിപ്പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, നമുക്കിഷ്ടമുള്ള കളറ് നമുക്ക് ഇതിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ റെഡൊക്കെ ഞാൻ കുറച്ച് കൂടുതലെടുത്തു, അതുപോലെ ബ്ലാക്കും വൈറ്റൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ക്വാളിറ്റി, അതിൽ ബോക്സ് ഇല്ലായിരുന്നു, ബോക്സ് തീർന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഇത് സെലക്ട് ചെയ്ത് എടുക്കണം. ഇതുണ്ടല്ലോ 100 നൂലുണ്ട്. ഇത് കുറച്ച് വില കൂടുതലാണ്, കാരണം നിങ്ങൾക്ക് ഞാൻ ആ ക്വാളിറ്റി കാണിച്ചു തരാം. 100 നൂലിന് 550 രൂപയാണ്. ഒരു നൂലിന് 5.5 രൂപയാണ്, 5 രൂപ 50 പൈസയാണ് ഇതിന്റെ വില. പക്ഷേ ഇതിന്റെ ഈ നൂലിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന വില 7 രൂപയാണ്. നമ്മളിത് 100 എണ്ണമായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു നൂലിന് 5 രൂപ 50 പൈസക്കാണ് കിട്ടിയത്. ഇതും എറണാകുളത്ത് നിന്നാണ് വാങ്ങിയത്. ഇതിന് നല്ല ക്വാളിറ്റിയുള്ള നൂലാണ് കേട്ടോ. നമ്മളൊരു നൂലെടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും.
നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. അത് മാത്രമല്ല ഇതിന് തിക്നെസ് കൂടുതലാണ്. സാധാരണ ഒരു നൂല് ഞാൻ കാണിച്ചു തരട്ടെ. സാധാരണ നൂല് ഇത്രേ ഉണ്ടാവുകയുള്ളൂ. ഇത് 3 രൂപയാണ്. പുറത്തെ കടയിൽ 4-4.5 ആവേ. ഇത് 3 രൂപ, ഇത് 5 രൂപ. അതിന്റെ വ്യത്യാസം നമുക്കുണ്ട്. പക്ഷെ നമുക്കിത് ലൂസായിട്ട് 1-2 എണ്ണമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ 7 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. 100 എണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതൊരെണ്ണം 5 രൂപക്ക് കിട്ടും. അതുപോലെ ഇതൊരെണ്ണം 3 രൂപക്കും കിട്ടും. പക്ഷെ ഇത് വെക്കാനാ പാടുന്നേ. ബോക്സ് ഇല്ല, ബോക്സ് അവരുടെ അടുത്തില്ല. ആ പ്രശ്നം. ഇനിയിപ്പോ ഈ കവറിലൊക്കെ ഇട്ട് വെക്കണം. ഇതിലിപ്പോ ഞാൻ എല്ലാ കളറും തന്നെ നോക്കി ഞാനും ഹസ്ബൻഡും കൂടെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇങ്ങനെ മൾട്ടി കളറായിട്ട് എല്ലാ കടയിലുണ്ടായ എല്ലാ നൂലും എടുത്തിട്ടുണ്ട്. ചില നൂലൊക്കെ 2-3 100 തികക്കണ്ടേ. എത്ര ശ്രമിച്ചിട്ടും 100 തികയുന്നില്ല. ഇത് ഞങ്ങൾ പെറുക്കി അങ്ങോട്ട് ഇതൊക്കെ തന്നെ 2-3 ഒക്കെ അങ്ങോട്ട് ആക്കിയെടുത്തു. ഇതുപോലത്തെ കളറൊക്കെ നമ്മൾ പുറത്തെ കടയിൽ അന്വേഷിച്ചാൽ ഒരു തരി നമുക്ക് കിട്ടുകയില്ല. ഈ പച്ചയൊക്കെ വളരെ റെയർ ആയിട്ടേ നമുക്ക്. അതുപോലെ ഈ പച്ചയൊക്കെ ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ നൂലൊക്കെ കാണുന്നത്. ഇതൊന്നും പുറത്തെ കടയിലൊന്നും നമ്മൾ ചെന്ന് ചോദിക്കുവാണെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. അത് പിന്നെയുള്ള നൂല് സിൽക്കിന്റെ നൂല്. അത് ഞാൻ ഈ ഒരു കളറും ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരു റെഡും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് 40 രൂപയാണ് കേട്ടോ ഈ ഒരു റോളിന് വില. നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്ക്കാനല്ല, എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനാണ് ഞാൻ ഈ നൂല് വാങ്ങിയത്. അതുപോലെ തന്നെ ഇതിന് 25 രൂപയാണെന്ന് തോന്നുന്നു. ഇത് 40 രൂപ, കുറച്ച് വലുതായതുകൊണ്ട്. പിന്നെ ഒരു ഓയിലും കൂടി വാങ്ങിച്ചു. ഇത് ഇങ്ങനെ, അതായത് ഈ മെഷീന്റെ സൈഡിലൊക്കെ എനിക്കിപ്പോ സാധാരണ മെഷീനിൽ ഒഴിക്കണ പോലെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചില ഇടയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ, അതായത് നമ്മൾ നൂല് ചുറ്റുന്ന ഇടയിലൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണെങ്കിൽ നല്ലോണം ഒഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓയിൽ വാങ്ങിയത്. പിന്നെ ഇത് എൻ്റെ മിഷന് വേണ്ടിയിട്ടുള്ള സൂചിയാണ്. അധികം ഇല്ല, പ്രത്യേകിച്ച് ഈ ജാക്ക്-4 സൂചിയൊന്നും നമുക്ക് നമ്മുടെ അടുത്ത കടയിലൊന്നും കിട്ടില്ല. സാധാരണ നീഡിലേ കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് എറണാകുളത്ത് തന്നെ മിഷൻ മേടിച്ച കടയിൽ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു പ്ലേറ്റ് അങ്ങ് ഫുൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോബിൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കേസും വാങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ മെഷീനിലിടുന്ന കേസ് അല്ല കേട്ടോ, പവർ മെഷീനിൽ എക്സ്ട്രാ ആണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബോബിനും കേസും ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു ടേപ്പ് വാങ്ങി. എനിക്ക് ഓൾറെഡി 2 എണ്ണം ഉണ്ട്. എന്നാൽ ഈ കളർ കണ്ടപ്പോൾ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടിട്ട് ഈ ഒരു ടേപ്പ് വാങ്ങിച്ചു. ഇതിന്റെ വില 30 രൂപ. ഇനി ഇതൊക്കെ നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ലേസാണ് കേട്ടോ. ഇത് മീറ്ററിന് 9 രൂപ. ഇത് ഞാനൊരു 3 മീറ്ററേ വാങ്ങിയുള്ളൂ. ഇത് മീറ്ററിന് 6 രൂപ. അതുകൊണ്ട് ഞാനിതിൽ 5 മീറ്റർ വാങ്ങിച്ചു. അങ്ങനെ 2 തരം ലേസ്. പിന്നെ എനിക്കിത് മോളുടെ ഫ്രോക്കിലൊക്കെ വല്ലതും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്ററിന് 75 രൂപയാണ് ഇതിൻ്റെ വില. ഇതൊരു 1 മീറ്റർ വാങ്ങിച്ചു. അതുപോലെ തന്നെ സെയിം ഇതേപോലത്തെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ടുള്ളത്. ഇതും മീറ്ററിന് 75 രൂപയാണ്. അതും 1 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേസ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ ഈ ലേസ് കാണാൻ? ഇത് നമ്മൾ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ നെക്കിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടിന്റെയും ബോഡി പാർട്ടിന്റെയും സെന്ററിലായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഈ 2 ടൈപ്പിനും മീറ്ററിന് 75 രൂപ തന്നെയാണ് കേട്ടോ വില. പിന്നെ ഒരു സ്പ്രേ വാങ്ങിച്ചു. സ്പ്രേ മീൻസ് ക്യാൻവാസ്. 25 രൂപയാണ് 1 മീറ്ററിന് വില. പക്ഷെ വലിയ കട്ടിയില്ല കേട്ടോ, വളരെ തിന്നാണ്. അതുകൊണ്ട് ഞാൻ 1 മീറ്ററേ വാങ്ങിയുള്ളൂ. അതേ കണ്ടോ, കട്ടിയില്ല, കട്ടി കുറവാണ്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, എല്ലാ ദിവസവും ടോപ്പൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ പോകും. അപ്പോൾ തുണി ഇല്ലെന്നായിരുന്നു ഇത്രയും നാളത്തെ എൻ്റെ പരാതി. അപ്പോൾ അത് ഞാനങ്ങ് പിൻവലിക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. തുണി ആയല്ലോ, ഇനി മോഡേൺ ടോപ്പൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിലൂടെ പഠിപ്പിച്ചു തരാം. അല്ലാതെ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.